ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ഒക്കെ വെക്കേറ്റ് ചെയ്തു. വണ്ടിയൊക്കെ രാവിലെ കൊടുക്കണമായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ രാവിലെ കൊടുത്തിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. നമ്മളിവിടുന്ന് വില്ലുപുരത്തേക്കാണ് പോകാൻ പോകുന്നത്. വില്ലുപുരത്തേക്ക് മെമു ആണുള്ളത്. ഇപ്പോൾ സമയം ആസ് യൂഷ്വൽ 6:45 ആയതേ ഉള്ളൂ. 7 മണിക്ക് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ വന്നത്. ഇവിടുന്ന് 15 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വണ്ടിയെല്ലാം കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. 8:05 ഇവിടുന്ന് ട്രെയിൻ ഉള്ളത്. ഇപ്പം അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം, 8:05 വരെ. എന്നിട്ട് ഈ നെക്സ്റ്റ് അടുത്ത സ്റ്റേഷൻ തന്നെയാണ് വില്ലുപുരം. പിന്നെ അവിടുന്ന് നമുക്ക് എറണാകുളത്തേക്ക് ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ട്. അപ്പം ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ ജേർണി. അപ്പോൾ നമുക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ വില്ലുപുരത്തേക്ക് പോകാനുള്ള മെമ്മോയിലിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വരുമ്പോൾ ഷൊർണൂർ മെമ്മോ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ നാട്ടിലുള്ള മെമ്മോവും ലോക്കൽ ട്രെയിൻസും ഒക്കെ ഒന്ന് പിന്നെ അവിടെ ഓടുന്ന ട്രെയിൻസിനൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു സീരീസ് പോലെ. ആക്ച്വലി എനിക്ക് നമ്മുടെ നാട്ടിലോടുന്ന ട്രെയിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഈ ഒരു മെമ്മോ തോന്നി. നോക്കിയേ, അത്യാവശ്യം നല്ല സ്പേസും സീറ്റ് ആണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ്. നോക്കൂ, നമ്മൾ ഷൊർണൂർ പോയ മെമ്മോന്റെ ആ ഒരു സെയിം കളറും സംഭവമൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ എന്താ പറയാ കംഫർട്ടബിളും ലെഗ് സ്പേസും ഒക്കെ ഉള്ളൊരു മെമോ ആയിട്ട് എനിക്ക് തോന്നി. അവിടത്തേനൊക്കെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട്, കുറച്ചുകൂടെ നല്ല മെമോ ആയിട്ട് എനിക്ക് തോന്നി. ആക്ച്വലി നമുക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരുന്ന മെമോ ഒന്ന് പച്ച കളറിലെ മെമോ, ഒന്ന് നീല പിന്നെ ഹാഷുടെ മിക്സ് ചെയ്തൊരു കളറിലെ മെമോ ആണ് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ 25 വർഷത്തെ ഇലക്ട്രിഫിക്കേഷൻ്റെ മീൻസ് 25 ഇയേഴ്സ് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായി പുതിയ കളറിൽ പുതിയൊരു മെമോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരെണ്ണം ഓടുന്നുണ്ട്, എറണാകുളം ടു ഷൊർണൂർ. ആ ഒരു മെമോ ആണ്, ആ ഒരു മെമോ തന്നെയാണ് ഇതും. ഈ ചലന്തി വല ഉണ്ടോ? ആക്ച്വലി ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരെണ്ണേ കണ്ടുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലോടുന്ന പച്ച കളറിലെ മെമോ ഉണ്ടല്ലോ, അല്ലാത്ത മെമ്മോന്നും ഉണ്ട്. പക്ഷേ ഞാൻ നാട്ടിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നത്, അത് നമ്മൾ എന്തായാലും റിവ്യൂ ചെയ്യുന്നതായിരിക്കും, വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇഷ്ടംപോലെ ചലന്തി വലയാണ്, ഭയങ്കരമായിട്ട് ചലന്തി വലയാണ് നമ്മുടെ മെമ്മോയിലുള്ളത്. അപ്പം അത് ഒന്ന് പരിഹരിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പേടിയുള്ളവരുണ്ടാവാം, അതേപോലെ അലർജി ഉള്ളവരുണ്ടാവാം. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷനാണ് അത്. ഇങ്ങനെ ചലന്തി വലയൊക്കെ കയറി അത് തന്നെ യാത്ര, അത് വൃത്തിയാക്കാതെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ നാടിനും അത് നല്ലതല്ല. കാരണം പുറത്തുനിന്ന് നിന്ന് നോക്കുന്നവർക്കും അത് നമ്മുടെ നാടിനെ ഒരു ചെറുതായി കാണാനായിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇനിയിപ്പോൾ ഈ വണ്ടി, ഈ മെമോ ഇവിടുന്ന് വില്ലുപുരം വരെയാണുള്ളത്. അതിനിടയിൽ ചെറിയൊരു 3-4 സ്റ്റോപ്പ് ഉണ്ട്. നമ്മളൊരു 10-10:30 ആകുമ്പോഴത്തേക്കും വില്ലുപുരം എത്തും. അത്രേ. ആക്ച്വലി അവിടുന്ന് വന്നപ്പോൾ അരമണിക്കൂർ എടുത്തുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ സ്റ്റോപ്പൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയാണ് എത്തുന്നത്. ഇനി അവിടെ ചെന്നിട്ടാണ് നമുക്ക് നാട്ടിലേക്ക് ട്രെയിൻ ഉള്ളത്. ഗുരുവായൂർ എക്സ്പ്രസ് ആണ്, നമ്മൾ മധുരയ്ക്ക് പോയില്ലേ, ആ എക്സ്പ്രസ് ആണ്. അതാണ് നമ്മളെ നാട്ടിൽ കൊണ്ടുപോകുന്ന ട്രെയിൻ. അത് ഉച്ചയ്ക്കാണ്. അപ്പോൾ ഉച്ച വരെ നമ്മൾ വില്ലുപുരം സ്റ്റേഷനിൽ ഇരിക്കണം. ഇപ്പോൾ സമയം 7:46 ട്രെയിൻ 8:05 ഇവിടുന്ന് എടുക്കുന്നത്. ഞങ്ങൾ 6:45 കഴിഞ്ഞപ്പോഴേ സ്റ്റേഷനിൽ എത്തി. ഞാൻ പറഞ്ഞിരുന്നില്ല, വണ്ടി 2 വീലർ 7 മണിക്ക് മുമ്പ് തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്നത്. നമുക്ക് സ്റ്റേഡ് അവിടുന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ, വണ്ടിയിൽ വരാനായിട്ട് 15 മിനിറ്റേ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ റിസ്ക് എടുക്കാതെ, കാരണം അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഒരു ദിവസത്തെ എക്സ്ട്രാ പേയ്മെന്റ് നിങ്ങൾ തരേണ്ടി വരും. എന്തിനാ വെറുതെ, നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് ചുരുക്കിയാണ് ട്രാവൽ ചെയ്യുന്നത്. 3 നേരം കഴിക്കേണ്ട ഫുഡ് 2 നേരം കഴിച്ചിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ കറക്റ്റ് 8:05 ആയപ്പോൾ ഡിപ്പാർച്ചർ ചെയ്തു. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് വില്ലന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. അഴുക്ക് വെള്ളം നോക്കിയേ, അതുപോലെ സ്മെല്ലുണ്ട്.
ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ എടുക്കാറായി. സ്പീഡൊക്കെ കുറഞ്ഞു വരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ എത്തിയേക്കാണ്. ഇവിടെ അത്യാവശ്യം ആള് കയറുന്നുണ്ട്. ദയവൊന്നും കാബിൾ വണ്ടി എടുക്കുകയും ചെയ്തു. ആള് കയറാണ്ടെന്ന് പെട്ടെന്ന് വണ്ടി നിർത്തി കേട്ടോ. വീണ്ടും വണ്ടി എടുത്തു. പിന്നെ വേറൊരു കാര്യമുണ്ട്, മെമുവില് പ്രായമുള്ള ആൾക്കാരാണെങ്കിലും കുഞ്ഞു പിള്ളേരാണെങ്കിലും ആരാണെങ്കിലും കയറുന്നത് സൂക്ഷിച്ചും കയറും ഇറങ്ങുകയും ചെയ്യണം. കാരണം പെട്ടെന്ന് എടുക്കും വണ്ടി പെട്ടെന്ന് എടുക്കുകയും സ്പീഡ് കൂടുകയും പെട്ടെന്നാണ് ചെയ്യുന്നത്. അപ്പം മറ്റ് വണ്ടികളെ പോലെയല്ല. ടി വന്നിട്ടുണ്ട് ഗൈസ്, ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ടി വന്നിട്ടുണ്ട്. അതേപോലെ പോണ്ടിച്ചേരിയിൽ നിന്ന് വില്ലുപുരത്തേക്ക് ഒരാൾക്ക് മെമുവിന് 10 രൂപയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റേഷനായ ചിന്ന ബാബു സമുദ്രത്തിലാണ് എത്തിയേക്കുന്നത്. കണ്ടോ? അങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റേഷനായ വളവന്നൂർ എത്തി. ഇനി ഇതാണ് ഇനി ഇതിന്റെ സ്റ്റോപ്പ് ഉള്ളത് വില്ലുപുരം. പേര് വെക്കണം. ഇനിയിപ്പം ഇതിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് നിർത്തി പോയി. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഞാൻ ഉറക്കം വന്നിട്ടില്ല. ഇന്നലെ നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നില്ലേ മെഡിസിൻ എടുത്തിട്ട് കിടന്ന് ഉറങ്ങിയെന്ന്. ഒരു 3 മണി വരെ ഞാൻ 3 മണിയല്ല, ഒരു 2 മണി വരെ ഞാൻ ഉറങ്ങിയ ഉച്ചയ്ക്ക്. രാവിലെ എണ്ണീറ്റ് പോകാനായിട്ട് ഒരുങ്ങിയായിരുന്നു, പോണ്ടിച്ചേരി സ്ഥലം കാണാനൊക്കെ. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് വയ്യാണ്ട് വന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ച് കിടന്നു, പനി കൂടിയിട്ടേ. അപ്പം ഉച്ചയ്ക്ക് ഉറങ്ങിയതാണോന്ന് അറിയില്ല, രാത്രി ഉറങ്ങിയില്ല. ഇപ്പം നല്ല ഉറക്കം വരും. അങ്ങനെ നമ്മള് വില്ലുപുരം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. 7 പ്ലാറ്റ്ഫോം എന്തോ ഉണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലാണ് വന്നേക്കുന്നതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു 7th തോന്നുന്നു. എന്തായാലും ഇറങ്ങിയിട്ട് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ പോകാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. എല്ലാവരും പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പുറകിൽ നമ്മൾ പോവാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നിടത്ത് കാണാമേ. നമ്മൾ സ്റ്റേഷനകത്തൊരു കടയിൽ കയറി. അല്ല, കിടിലൻ ചേച്ചി. ഞാൻ ഈ മെനു നോക്കിയപ്പോഴോട് പറയാം, അത് നോക്കണ്ട, ഞാൻ പറയാറുണ്ട് അത് പാക്കാതടാ തോന്നുന്നു. അങ്ങനെ 4 സാധനമേ ഉള്ളൂ: ഇഡലി, ദോശ, പൊങ്കല്, പൂരി. അടിപൊളി സർവീസ് പുള്ളിക്കാരിയുടെ. ഭയങ്കര അടിപൊളി എന്ന് പറയാനല്ല. ഓക്കെ കൊള്ളാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം ഇരിക്കാനുള്ള ഇടം തേടി നമ്മൾ വന്നേക്കാണ്. ഒരു വാഷ്റൂം കൂടെ കിട്ടിയാൽ നല്ലതായിരുന്നു. ഇവിടെ വെയിറ്റിംഗ് ഉണ്ടാവണം. പക്ഷെ അത്ര മീൻസ് അത്ര വലിയ സ്റ്റേഷൻ അല്ല. ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഒന്നും അത്ര അടിപൊളിയല്ല. നമുക്ക് നോക്കാം ഇവിടെ വെയിറ്റിംഗ് ഹാൾ ഉണ്ടോന്ന്. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെളിയിൽ വെയിറ്റ് ചെയ്യാം. സ്റ്റേഷന് പുറത്തൊരു വെയിറ്റിംഗ് ഹാളും ഉണ്ട്, AC വെയിറ്റിംഗ് ഹാള്. ഇവിടെ വന്നിരിക്കാന്ന് വിചാരിച്ചപ്പം ഇവിടെ ക്ലീനിങ് പ്രോസസ്സ് നടക്കുകയാണ്. 1/2 മണിക്കൂർ. ഓക്കെ, 1/2 മണിക്കൂർ പറഞ്ഞ എവിടെ ഇരിക്കാം.
ഫുഡും കഴിച്ചു. ഇനി വെയിറ്റിംഗ് ഹാൾ വന്നിട്ട് ഒരു നാപ്പ് എടുക്കണം, ഒന്ന് കിടന്നൊന്ന് ഉറങ്ങണം. എനിക്കത് ഉറങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ ട്രെയിൻ ജേർണി എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ട്രെയിനിൽ കയറി കിടന്ന് ഉറങ്ങും. ചിലപ്പോൾ ട്രെയിനിൽ കയറി കിടന്ന് ഞാൻ ഉറങ്ങിയെന്ന് വരും. പെർ പേഴ്സൺ 30 രൂപ ഇതിന്. അത് ശരി, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. അല്ലല്ല, ഉള്ളിൽ ബുക്ക് ചെയ്താൽ ഇവിടെ ഫ്രീ ആണ്. നമ്മൾ AC വെയിറ്റിംഗ് ഹാളിൽ അരമണിക്കൂർ പുറത്തിറന്നിട്ട് വന്നു. കാരണം നമ്മുടെ ഒരു അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ കറണ്ട് പോയി. പിന്നെ ഇവിടെ വൃത്തിയാക്കുമായിരുന്നു. വൃത്തിയാക്കിയിട്ടിട്ട് കറണ്ട് പോയപ്പോഴത്തേക്കും ഇവിടെ ഉണങ്ങിയില്ലല്ലോ, അപ്പം അകത്ത് കിട്ടി. അങ്ങനെ 9:30 മുതൽ 10:30 വരെ നമ്മൾ പുറത്തിരുന്നു. 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ കറണ്ട് വന്നപ്പോൾ നമ്മൾ അകത്ത് കയറി. ഇതാണ് വില്ലുപുരത്തെ AC വെയിറ്റിംഗ് ഹാൾ എന്ന് പറയുന്നത്. അത്യാവശ്യം കൊള്ളാം. AC ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര തണുപ്പൊന്നും കിട്ടുന്നില്ല. ഇനിയിപ്പം 1 മണിക്കൂറത്തേക്ക് എടുത്തത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് നോക്കണം. കാരണം പുറത്ത് അന്യായ ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. എനിക്ക് ചൂട് ഇഷ്ടമല്ല. തണുപ്പ് ഞാൻ സഹിക്കും, പക്ഷെ ചൂട് നീണ്ട 2 മണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നമ്മുടെ AC വെയിറ്റിംഗ് ഹാൾ റൂം പുറത്താണ്. ചിരിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്നതിന് ചിരിക്കുന്നത്. അപ്പം നമ്മുടെ AC വെയിറ്റിംഗ് ഹാൾ സ്റ്റേഷന് പുറത്തായിട്ടാണ് വരുന്നത്. സ്റ്റേഷൻ പുറത്തായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ 12:30 ആയി. 1 മണിക്ക് ട്രെയിൻ വരും. നമുക്ക് 12:30 വരെ ആയിരുന്നു നമ്മൾ പേ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം. പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് നോക്കിയിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് പോയിരിക്കാം. ഇവിടെ വെരിഫൈ ട്രെയിനിന് 5ാമത്തെ പ്ലാറ്റ്ഫോമാണ് കാണിക്കുന്നത്. ഇനിയിപ്പം ഇവിടെ കൂടെ പോയി നോക്കാം പ്ലാറ്റ്ഫോം എവിടെയാണ്. ഈ സ്റ്റേഷനിൽ ഒരു ബോർഡ് പോലും ഇല്ലല്ലോ, ഒരു ഡിസ്പ്ലേ പോലും ഇല്ലല്ലോ. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പോയി നോക്കുന്നത്. പോയി നോക്കാം. ഡിസ്പ്ലേ ഇവിടെ ഉണ്ട്. കിട്ടിപ്പോയി. ഗുരുവായൂർ 5ാമത്തെ പ്ലാറ്റ്ഫോം. അവിടെ ട്രെയിൻ ഇപ്പം എത്താറായി. ഒരു 2-3 കിലോമീറ്റർ ഒന്നും കൂടെ ഉള്ളൂ. അനൗൺസ് ചെയ്തു. നമ്മൾ ഇവിടെ ആക്ച്വലി ഇവിടെ വരുന്നതെന്ന് പോലും അറിയാനായിട്ട് നമുക്ക് മനസ്സിലാവാത്ത ഒരു രീതിയിലാണ്. കാരണം എന്താ ഡിസ്പ്ലേയോ അല്ലാതെ റൈറ്റിംഗ് ഒന്നും ഇല്ല, എത്രാമത്തതാണ് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത് വന്നിരിപ്പുണ്ട്. ബാക്കിലാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. S3 ആണ് കോച്ച്. അപ്പോൾ ഇവിടെ വന്നിരിപ്പുണ്ട്. ഓടേണ്ടി വരുമെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ ഇപ്പം വെള്ളത്തിന് 14 രൂപയാണ് റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷേ ചിലർ 14 രൂപയ്ക്ക് തന്നെ വാങ്ങുള്ളൂ. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ വന്നപ്പോഴത്തേക്കും എന്നോട് 15 രൂപ. അപ്പോൾ ഞാൻ 14 ചോദിച്ചപ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറി. അയാൾ ദേഷ്യപ്പെട്ടിട്ട് ഭയങ്കര ഇതായിട്ട് നിങ്ങൾ തന്നെ കൂട്ടിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയി. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ സ്റ്റേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കറക്റ്റാണോ നിൽക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ഞാൻ. നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനിലോട്ട് 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഫ്രണ്ടിലാണേ വന്നത്. S4. എനിക്ക് S3 പോണം. ആകെ 2 മിനിറ്റ് ജംഗ്ഷനായിട്ട് ആകെ 2 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ. നമ്മള് നമ്മുടെ S3 കയറുകയാണ്. ഇതാണ് നമ്മുടെ സീറ്റ്. കോലം കണ്ടോ. അങ്ങനെ നമ്മുടെ സീറ്റിൽ കയറി നമ്മളിവിടെ ഇരുന്നു. ഇനിയിപ്പോൾ ട്രെയിൻ വിടേണ്ട താമസം. ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്. ട്രെയിൻ വിട്ടോണേ കുറച്ച് നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കിടക്കാൻ പോവാണ്. കാരണം നല്ല ടയർഡ്നെസ് ഉണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. കാരണം ഉച്ചയ്ക്ക് ഉറങ്ങിയതുകൊണ്ടേ അതുകൊണ്ടാവാം ഉറങ്ങാത്തത്. ട്രെയിൻ എടുത്ത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങണം. ഉറങ്ങാൻ പറ്റുമോ നോക്കണം. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റേഷനിൽ നിന്ന് എടുത്തു.
2 മിനിറ്റ്, കറക്റ്റ് 2 മിനിറ്റിൽ വണ്ടി എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് നാട്ടിൽ പോകാം. ഈ വണ്ടി ആലപ്പുഴ വഴിയാണ് പോകുന്നത്. ചെങ്ങന്നൂർ വഴിയായിരുന്നു ഞാൻ ചെങ്ങന്നൂർ ഇറങ്ങിയത്. ആണ് എനിക്ക് നാളെ വീട്ടിൽ പോകാം. ഭയങ്കരമായിട്ട് വെള്ളമാണ്. ആ നിൽക്കുന്ന പുള്ളി വെള്ളമാണ്. കറിയ പുള്ളിക്ക്. അടുത്ത സ്റ്റേഷൻ 2 മണിക്കാണ് വരുന്നത്. വെന്തിച്ചലം ജംഗ്ഷനാണ്. അത്യാവശ്യം എല്ലാ സ്റ്റോപ്പിലും ഇതിന് സ്റ്റോപ്പ് ഉണ്ട്. വെന്തിച്ചലം, വെന്നാട, പിന്നെന്താ അരിയല്ലൂർ, ശ്രീരംഗം, തിരുച്ചിറപ്പള്ളി പിന്നെ ജംഗ്ഷനാണ്. മണിപ്പാറ, ദിണ്ടിക്കൽ ജംഗ്ഷൻ, കൊടൈക്കനാൽ റോഡ്, സ്റ്റോപ്പ് ഉണ്ട്. കൊല്ലം കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് അങ്ങോട്ട് കുറവാണ്. കായംകുളവും ഹരിപ്പാടും ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ആലപ്പുഴ, ചേർത്തല, എറണാകുളം ജംഗ്ഷൻ പിന്നെ അങ്ങോട്ട് ആണ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് നോക്കാനായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഈ റൂട്ട് നല്ല രസമുണ്ട് കേട്ടോ പോവാൻ. നേരത്തെ ഈ റൂട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു. പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇത്രയും ഭംഗി എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ബ്രെഡ് കട്ട്ലേറ്റും കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചു ബ്രെഡ് കട്ട്ലേറ്റോ. അതെ, ഇത് ബ്രെഡ് കട്ട്ലേറ്റ് ആണ്. ഇത് ബ്രെഡാണ്. ബ്രെഡേ ഉള്ളു. പപ്സ് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അതും ട്രെയിനിൽ കാര്യം പപ്സ് കഴിച്ചാൽ ഇതല്ല, ഇതിനപ്പുറം കിടക്കും. മൊത്തം പൊടി. തിരുച്ചിറപ്പള്ളിക്ക് ശേഷം മണപ്പാറ എന്ന സ്റ്റേഷനിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെയൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതേപോലെ പെയിന്റിങ്സ് മിക്ക റെയിൽവേ സ്റ്റേഷൻസിലും വരച്ചിട്ടുണ്ടാവും. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പടങ്ങളാണ് വരച്ചേക്കുന്നത്. അതേപോലെ തന്നെ മിക്ക സ്റ്റേഷനുകൾ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ പടം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നല്ല രസം അത് കാണാനായിട്ട്. മണപ്പാറയ്ക്ക് ശേഷം ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് ദിണ്ടിക്കൽ ജംഗ്ഷനാണ്. ഇവിടെ ഒരു 1 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. അത് വേർന്നില്ല, അതെ വിസിലടിച്ച് കഴിഞ്ഞിരിക്കണു. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കുമായിരിക്കും. ദിണ്ടിക്കൽ ജംഗ്ഷനിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ദിണ്ടിക്കൽ ജംഗ്ഷനിലേക്ക് 58 കിലോമീറ്റർ ആണ് വരുന്നത്. നമ്മൾ 662 കിലോമീറ്റർ ആണ് ടോട്ടൽ ട്രാവൽ ചെയ്യുന്നത്. ഈ പാടങ്ങളിലോ അല്ല ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ മയിലിനെ കാണേണ്ടതാണ്. നല്ലൊരു കാലാവസ്ഥ. ആഹാ, ചെറിയ മഞ്ഞിന്റെ ഒരു ഇത് കാണിക്കുന്നു. നമ്മളങ്ങനെ 5:30 ആയപ്പോൾ ദിണ്ടിക്കൽ ജംഗ്ഷനിൽ എത്തിയേക്കാണ് കേട്ടോ. ഇവിടെയും ജസ്റ്റ് 2 മിനിറ്റത്തെ ഹോൾട്ടേ ഉള്ളൂ. അടുത്തത് കൊടൈക്കനാലാണ്. കൊടൈക്കനാലിന് ഇവിടെ കൊടൈക്കനാൽ റോഡാണ്. കൊടൈക്കനാൽ റോഡിൽ ഇവിടുന്ന് 22 കിലോമീറ്റർ ഉണ്ട്. പളാപ്പളം വിൽക്കുന്നുണ്ട്. പളാപ്പളം എന്താന്ന് വെച്ചാൽ ചക്ക, പഴുത്ത ചക്ക സീസണായോ? നല്ല മണം ഉണ്ടായിരുന്നു.
5:54 നമ്മളങ്ങനെ കൊടൈക്കനാൽ റോഡ് എത്തിയപ്പോഴാണ്. ഇപ്പം 6:45 സമയം. നമ്മൾ മധുരൈ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ദൈവമേ നല്ല ആളുണ്ട്. മധുരയിൽ നമുക്ക് 5 മിനിറ്റത്തെ വോൾട്ട് ഉണ്ട്, 5 മിനിറ്റ് സമയമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വന്നാൽ വിരുദുനഗർ ജംഗ്ഷനാണ്. വിരുദുനഗർ ജംഗ്ഷൻ കേരളത്തിൽ കയറാനായിട്ട് ഏകദേശം രാത്രി 12 മണിയാവും. ഞാൻ ഹരിപ്പാട് ഇറങ്ങാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്, എന്നിട്ട് വീട്ടിലോട്ട് പോകാനായിട്ടാണ്. അപ്പോൾ 2 മണി 2:30 ആകുമ്പോഴത്തേക്കും ഹരിപ്പാടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. മധുരൈ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ 5 മിനിറ്റ് വോൾട്ടുള്ളതാണ്. കറക്റ്റ് ടൈമിൽ എത്തി. ഇപ്പൊ സമയം 8:30 കഴിഞ്ഞു. ഏകദേശം എല്ലാവരും കിടക്കാറായി. അപ്പം ഞാനും കിടക്കാൻ പോവാണ്. എനിക്ക് അവരെ 2:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ഹരിപ്പാട് ഇറങ്ങാനായിട്ടാണ് പ്ലാൻ. കിടക്കാൻ പോകാൻ കഴിച്ചിട്ട് നാളെ രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് സൈൻ ഓഫ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വീടുകളുടെ ജേണിയുടെ എൻഡിലേക്ക് എത്തിയിട്ടാണ്. ഇപ്പം കായംകുളം ജംഗ്ഷൻ എടുക്കാറായി. ഞാൻ അടുത്ത ഹരിപ്പാട് ആകുമ്പോഴത്തേക്ക് വരണം. ഇന്ന് നവംബർ 11 എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അതുകൊണ്ടുകൂടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എറണാകുളത്തിൽ ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ